ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇന്ന് സന്തോഷത്തോടു കൂടിയാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ദിവസം ഒത്തിരി പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും ഒക്കെ അത്യന്തപരമായി ചെയ്യുന്ന ദൈവത്തിൻ്റെ ആ മഹാശക്തി, അതിൻ്റെ പ്രവൃത്തികൾ ഇന്നത്തെ ദിവസം നമ്മൾ ഓരോരുത്തരും കാണുവാനായിട്ട് പോകുകയാണ്, രുചിച്ചറിയുവാനായിട്ട് പോകുകയാണ്, അനുഭവിക്കാനായിട്ട് പോകുകയാണ്. വിശ്വാസത്തോടെ ഒരു ആമേൻ ഈ സമയത്ത് പറഞ്ഞാൽ നിങ്ങളുടെ ലൈവ് ചാറ്റിലൊക്കെ ആമേൻ എന്ന് ടൈപ്പ് ചെയ്താലും. ഇന്ന് നമ്മുടെ സ്പോൺസേഴ്സ് ആയിട്ടുള്ളത് ഒരു കീ സ്പോൺസറാണ് നമുക്കുള്ളത്. എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. മൂത്ത മകനും ഭാര്യയ്ക്കും ജോലി ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇവരത് സമർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ മകന് അഡ്മിഷൻ ലഭിച്ചതിൻ്റെ നന്ദി സൂചകവും കൂടിയായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, നീ ചെയ്ത ആ വലിയ പ്രവൃത്തികൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ മഹത്തരമായ പ്രവൃത്തികൾ, അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവെ. തുടർന്ന് മൂത്ത മകൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് സ്പോൺസർ ചെയ്തവരുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണ്. ഈ ശനിയാഴ്ചയാണ് ഞങ്ങൾ വർക്കലയിലേക്ക് വരികയാണ്. വർക്കല ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. എത്രയും എന്താ പറയുക, കുറേ നാളായി ഞങ്ങൾ അങ്ങോട്ടൊക്കെ വന്നിട്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം വരുമ്പോൾ നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഏത് ഡിസ്ട്രിക്റ്റിലാണെങ്കിലും അവിടേക്ക് കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സ്റ്റഡി ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. സന്തോഷം, വലിയ സന്തോഷം. നമുക്ക് തുടരാൻ, ഫിലിപ്പ് ലേഖന പഠനം തുടരാൻ സഹായിച്ചല്ലോ കർത്താവ്. നന്ദി പറഞ്ഞു എല്ലാവരും. കർത്താവെ, ഞങ്ങൾക്ക് അടുത്തൊരാഴ്ച കൂടെ തുറന്നു തന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, പല രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ദൈവവചനത്തെ തേനിനെ പോലെ, തേൻകട്ടയെ പോലെ കണ്ട് ഭക്ഷിക്കുന്ന ഒരു കൂട്ടം ഇന്നുണ്ടല്ലോ. അവർക്കായി നന്ദി പറയുന്നു. ഞങ്ങളെ പഠിപ്പിക്കണമേ, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രായഭേദം ഇല്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, ദൈവവചനം ജീവിതങ്ങളിലേക്ക് തുളച്ചു കയറാനും ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാനും, ജീവിതത്തിൽ അതുപോലെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക, ശുശ്രൂഷയിൽ എല്ലാ മേഖലകളിലും മാറ്റമുണ്ടാകാൻ കർത്താവ് ഇടയാക്കണമേ, യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മുടെ ലൈഫിൻ്റെ മാറ്റം തുടങ്ങുന്നത് മനസ്സിൽ നിന്നാണ്. നമ്മുടെ ചിന്തകളിൽ നിന്നാണ് മാറ്റം തുടങ്ങുന്നത്. ചിന്തകളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുമ്പോൾ അറ്റൻഷൻ ലീഡ്സ് ടു ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ലീഡ്സ് ടു ആക്ഷൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ശ്രദ്ധിച്ചാൽ അതിലൂടെ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ മാറും. ഈ ആറ്റിറ്റ്യൂഡാണ് നമ്മെ അടുത്ത നിലവാരത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്. സോ വളരെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ 1-ാം അധ്യായം കഴിഞ്ഞു. 2-ാം അധ്യായത്തിൻ്റെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 18 വചനങ്ങൾ ഏകദേശം നമ്മളിങ്ങനെ നോക്കി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ദി വാല്യൂ ഓഫ് യൂണിറ്റി, ഐക്യതയുടെ വില എന്താണ്, അത് നമ്മൾ കണ്ടു. കൺസിഡർ അതേഴ്സ് ബെറ്റർ ദാൻ യുവർ സെൽഫ്, നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുക. പിന്നെ ദ സെർവൻസ് ടവൽ ആൻഡ് ദ കിങ്സ് ത്രോൺ, ദാസൻ്റെ തൂവാലയും രാജാവിൻ്റെ സിംഹാസനവും. പിന്നെ നമ്മൾ അടുത്ത ദിവസം കണ്ടത് ഗോഡ് വിൽ പ്രൊമോട്ട് യു ഇൻ ഡ്യൂ ടൈം, തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. ഒരു ആമേൻ പറ. അടുത്തത് ഹൗ ടു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ, രക്ഷയ്ക്കായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. രക്ഷ കയ്യിൽ കിട്ടി, പക്ഷെ എങ്ങനെ അത് ആക്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ അതിനെ വർക്കൗട്ട് എടുക്കാം. ഡോണ്ട് കംപ്ലെയിൻ, ഡു ഷൈൻ. പിന്നുള്ളത് പരാതി പറയാതെ പ്രകാശിക്കാൻ പറയുന്നു. ഇത്രയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ 19 മുതലുള്ള ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിലെ പേഴ്സണൽ കോപ്പി ബൈബിൾ എടുത്തിട്ട്
ഫിലിപ്പ് ലേഖനം 2:19 ആ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഒരു ഗ്ലാസ് വെള്ളം, എന്തെങ്കിലും ഒരു ഇത്തിരി കുടിക്കാൻ എടുത്തു വയ്ക്കുക, ഒരു പേന, ഒരു ബുക്ക് ഒക്കെ എടുത്തു വയ്ക്കുക. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നവരുണ്ട്, ചെയ്തോ, നോ പ്രോബ്ലം. ഏതാണ് ആധുനിക സംവിധാനം നിങ്ങൾ ഉപയോഗിക്കുന്നത് അതുവഴി പോയാൽ മതി. കൃത്യമായിട്ട് നോട്ട്സുകൾ എഴുതിയൊക്കെ പോയാൽ ഇന്നും നാളെ മറ്റന്നാളും ഭാവിയിലൊക്കെ പ്രയോജനപ്പെടുന്നതായിരിക്കും. 19-ാമത്തെ വചനം, എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. ജയിലിൽ കിടന്നുകൊണ്ടുള്ള ആശയാണ്. ഈ ഫിലിപ്പ്യ സഭയിൽ നിന്നും എപ്പഫ്രാദിത്തോസ് എന്നൊരു സഹോദരൻ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ജയിലിൽ തന്നെ കാണാൻ വന്നിരിക്കുകയാണ്. തൻ്റെ അടുക്കലാണ് ഈ കത്ത് എഴുതി കൊടുത്തു വിടുന്നത്. അപ്പോൾ അദ്ദേഹം പറയുക, ഞാനിപ്പോൾ ജയിലിൽ കിടക്കില്ല, അങ്ങോട്ട് തിമോത്തിയോസിനെ അയക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. അതിനുശേഷം പറയും, യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നത്. ഓൾ ആർ സെൽഫിഷ്. അവനോ, എന്നാൽ തിമോത്തിയോസോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പനും മകനും കൂടെ വേല ചെയ്യുന്നത് പോലെ, വർക്ക് ചെയ്യുന്നത് പോലെ, ശുശ്രൂഷിക്കുന്നത് പോലെ അവൻ ശുശ്രൂഷിച്ചു. ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കാര്യം എന്താകുമെന്ന് അറിയില്ല, കാരണം ജയിലിലാണ്, കാരാഗൃഹത്തിലാണ്. ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. മാത്രമല്ല, ഞാനും വേഗത്തിൽ എന്ന് വെച്ചാൽ എനിക്കൊരു ജയിൽ മോചനം കിട്ടും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഈ 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞു, ജീവനോടുകൂടി ഇരിക്കണോ, കർത്താവിന് ചേർക്കപ്പെടണോ, എന്ത് തിരഞ്ഞെടുക്കണമെന്ന് എനിക്കറിഞ്ഞുവിടാ. നല്ലതും തമ്മിൽ തിരഞ്ഞെടുക്കാനുള്ളൊരു ഡിലമ ഒക്കെ നമ്മൾ കണ്ടതാണ്. എനിവേ, ഈ 19 മുതൽ താഴേക്ക് നീ അവസാനത്തെ വചനം വരെ വായിക്കുമ്പോൾ 2 പേരെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. 2 disciples, 2 ശിഷ്യന്മാർ. ഒന്ന് തിമോത്തിയോസ്, രണ്ടാമത്തത് ഞാൻ ആദ്യം പറഞ്ഞ എപ്പഫ്രാദിത്തോസ്. അപ്പോൾ താൻ ലെറ്റർ എഴുതൂല്ലേ, താൻ ലെറ്റർ എഴുതുമ്പോൾ ഈ 2 തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച്, തൻ്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെ, അവരെക്കുറിച്ച്, താൻ മെൻറ്റർ ചെയ്യുന്ന, തൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന 2 കൂട്ടുവേലക്കാർ, അവരെക്കുറിച്ച് കൂടെ ചില വരികൾ അദ്ദേഹം എഴുതുകയാണ്. ഈ വരികൾ പരിശുദ്ധാത്മാവ് ഈ കത്തിൽ ഉൾപ്പെടുത്തുവാനുള്ള പ്രേരണ കൊടുത്തതിന് കാരണം നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള മെൻറ്റർ മെൻറ്റി റിലേഷൻഷിപ്പ്, ഫാദർ സൺ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ മാസ്റ്റർ ഡിസൈപ്പിൾ റിലേഷൻഷിപ്പ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു തട്ടിലായിരിക്കും നമ്മൾ. ഒരുപക്ഷെ നമ്മുടെ മുകളിൽ ഒരാൾ നമ്മളെ മെൻറ്റർ ചെയ്യുന്നു, ശിഷ്യപ്പെടുത്തി നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ താഴെയായിരിക്കും. ഒന്നുകിൽ നമ്മൾ മുകളിലായിരിക്കും, അല്ലെങ്കിൽ താഴെ ആയിരിക്കാം. ഈ 2 രീതിയിലും നമ്മൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. സോ ടുഡേ ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ 2 disciples. ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും, ഒരുപക്ഷെ നാളെയൊക്കെ അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. സോ Paul is speaking about 2 brothers in Christ in the rest of the verses in this chapter, Timothy and Epaphroditus. സോ അതിൽ ആദ്യം നമ്മൾ തിമോത്തിയോസിൻ്റെ കാര്യം നോക്കാം. 19-ാമത്തെ വചനം ഇംഗ്ലീഷ് കൂടെ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കും. I hope in the Lord Jesus to send Timothy to you soon, that I also may be cheered when I receive news about you. ഇപ്പോൾ എപ്പഫ്രാദിത്തോസ് മടങ്ങിപ്പോകും, ഇവിടുത്തെ വിശേഷങ്ങൾ അവിടെ പറയും. പിന്നാലെ തിമോത്തിയോസിനെ കൂടെ അയച്ചേക്കാം. അദ്ദേഹം മടങ്ങി വരുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, സഭ എങ്ങനെ ഇരിക്കുന്നു, സഭയിലെ ഓരോ വിശ്വാസികൾ എങ്ങനെ ഇരിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ കൂടുതൽ എനിക്ക് അറിയാൻ കഴിയും. അങ്ങനെ എനിക്ക് സന്തോഷം കിട്ടുമെന്ന് പറയുന്നു. 20, I have no one else like him who takes a genuine interest in your welfare. അവനെ പോലെ തുല്യചിത്തനായി നിങ്ങളുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്ന വേറൊരാളില്ല. അത്രയ്ക്ക് ദൈവവേലയിൽ ഉത്സാഹിയാണ് തിമോത്തിയോസ്. For everyone looks for his own interests. എല്ലാവരും അവരവരുടെ കാര്യം, സ്വന്തം കാര്യം സിന്ദാബാദ് നമ്മൾ നാട്ടിൽ പറയും, അതുപോലെയാണ്. നോട്ട് ദോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ കാര്യമല്ല. എന്ന് വെച്ചാൽ ദൈവവേല ചെയ്യുന്നു എന്ന് പറയുന്നവർ പോലും യേശുക്രിസ്തുവിൻ്റെ കാര്യത്തെക്കാൾ സ്വന്തം കാര്യത്തിലാണ് അവർക്ക് താല്പര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. 22. But you know that Timothy
has proved himself, because as a son with his father, he has served me in the work of the Lord, work of the gospel. എന്നാൽ ഇവനാകട്ടെ, തിമോത്തിയോസ് ആകട്ടെ, ഒരു അപ്പൻ, ഒരു മകൻ അപ്പനോടുകൂടെ ജോലി ചെയ്യുന്നത് പോലെ, വേല ചെയ്യുന്നത് പോലെ വേല ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറയാം, ഐ ഹോപ്പ് therefore to send him as soon as I see how things go with me. ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാകും എന്ന് നോക്കിയിട്ട് തിമോത്തിയോസിനെ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ജയിലിൽ കിടക്കുന്ന പൗലോസിന് ഭയങ്കര ആഗ്രഹമാണ് ഫിലിപ്പി സഭയിൽ പോയി എല്ലാവരും ഒന്ന് കാണണം. പക്ഷേ തനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. താൻ കാരാഗൃഹത്തിലാണ്. സോ തനിക്കൊരു ഭയങ്കര ആഗ്രഹം, എങ്ങനെയെങ്കിലും അവരുടെ വെൽബീയിങ് എന്താണ്, വെയർ അബൌട്ട്സ് എന്താണെന്ന് അറിയണം. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, തിമോത്തിയോസിനെ ഞാൻ വേഗത്തിൽ അങ്ങോട്ട് അയക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വർത്തമാനം എന്താണ്, നിങ്ങളെങ്ങനെ ഇരിക്കുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കുന്നു, ക്ഷേമമായിരിക്കുന്നു, ഇതൊക്കെ എനിക്കൊന്ന് അറിയാം. സാധാരണ ഇത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ കൊറോണ ഒക്കെ വന്ന സമയത്ത് വിശ്വാസികളെ കാണാൻ പറ്റുന്നില്ല. അതിനു മുമ്പ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസ് എല്ലാ ആഴ്ചയിലും പല പല സിറ്റികളിൽ പോകുന്നു, എല്ലാവരെയും കാണുന്നു. ഒരാഴ്ചയിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒറ്റ ആഴ്ചയിൽ തന്നെ വ്യക്തിപരമായി കൈവച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ പിന്നീട് വിശ്വാസികളെ കാണാൻ പറ്റാതായ സമയത്ത് ഭയങ്കര ഒരു വിഷമം വന്നകത്ത്. അങ്ങനെയാണ് പിന്നെ എൻ്റെ പേഴ്സണൽ വാട്സപ്പൊക്കെ മീഡിയയിലൊക്കെ കൊടുക്കുകയും എല്ലാവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യും. ഇന്നും അത് നിലനിൽക്കുന്നു, പലരുമായിട്ട് പേഴ്സണൽ കോൺടാക്റ്റും അല്ല. എങ്കിലും പഴയതുപോലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസ് കണ്ടിന്യൂസായി നടക്കാത്ത നിമിത്തം പലരെയും കാണാതാകുമ്പോൾ എന്തൊരു വിഷമമാണ്. കഴിഞ്ഞ ദിവസങ്ങൾ റീജിയനുകളെല്ലാം വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾ പോയി. കോട്ടയത്ത് പോയി, കോഴിക്കോട് പോയി, ഇനി അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പോവുകയാണ്. സോ ഇതെന്താണ് എഴുതിയെന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലാവും. എങ്ങനെ ഇരിക്കുന്നു ആളുകൾ, എങ്ങനെ ഇരിക്കുന്നു, എല്ലാവരും വിശ്വാസത്തിൽ, ആരെങ്കിലും പിന്മാറ്റത്തിൽ പോയോ, ഇതൊക്കെ നമ്മുടെ ചിന്തയിൽ വരും. ഓക്കെ, സോ ഒരു ശുശ്രൂഷയുടെ, ഒരു ബിസിനസ്സിൻ്റെ, ഏതൊരു സംരംഭത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുൾ ലൈക്ക് ഹാർട്ടഡ് പാർട്ട്നേഴ്സാണ്. വളരെ വിശ്വസ്തരും ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള, ഒരേ ഹൃദയമുള്ള പങ്കാളികൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് വിജയം. ശുശ്രൂഷയാകട്ടെ, ഒരു ബിസിനസ്സാകട്ടെ, എന്തും വളരെ വിശ്വസ്തരായവർ ഒരുമിച്ച് ചേർന്ന് നിൽക്കണം. അപ്പോൾ അദ്ദേഹം ഇവിടെ അതാണ് പറഞ്ഞത് 20-ാമത്തെ വചനത്തിലൊക്കെ, ഐ ഹാവ് നോ വൺ എൽസ് ലൈക്ക് ഹിം ഹൂ ടേക്സ് എ ജെനുവിൻ ഇൻട്രസ്റ്റ് ഇൻ യുവർ വെൽഫെയർ. അവനെപ്പോലെ നിങ്ങളുടെ കാര്യത്തിൽ ശരിക്കും ഒരു ഉത്സാഹമെടുക്കുന്ന വേറെ ആരും ഇല്ല എന്ന് പറയുന്നു. കണക്കാക്കപ്പെടുന്നത് ഇങ്ങനെയാണ്, കൃത്യം കണക്കുകളാകണമെന്നില്ല. എനിക്ക് മനസ്സിലായ കാര്യമാണ് പറയുന്നത്, ബൈബിളിൽ ഇതില്ല. ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, റോമൻ സാമ്രാജ്യത്തിൽ മാത്രം അക്കാലത്ത് 1 മില്യൺ ബിലീവേഴ്സ്, 10 ലക്ഷം വിശ്വാസികളുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പെന്തക്കോസ്ത് നാളിന് ശേഷം ഏകദേശം ഒരു 10-30 വർഷമായി. 3 പതിറ്റാണ്ടിനിടയിൽ ഏകദേശം റോമൻ എംപയർ മാത്രം, വേൾഡ് വൈഡ് അല്ല പറയുന്നത്, റോമൻ സാമ്രാജ്യത്തിൽ മാത്രം 10 ലക്ഷത്തോളം വിശ്വാസികളുണ്ട്. പ്രത്യേകിച്ച് ഈ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് എഫെസോസിൽ മാത്രം ഏകദേശം 1 ലക്ഷത്തോളം വിശ്വാസികളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഫിലിപ്പിയിൽ അതുപോലെ തന്നെ ഒരു വലിയ കൂട്ടം കാണും. കാരണം ജെറുസലേമിൽ നിന്ന് കത്തിയാളി ജ്വലിച്ച് പടർന്ന ഉണർവിൻ്റെ അഗ്നി രാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കടുകട്ടിയായ, അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായ റോമൻ സാമ്രാജ്യം പോലും വിശ്വാസത്താൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സുവിശേഷം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, നമ്പർ ഓഫ് ബിലീവേഴ്സ് ആൻഡ് ചർച്ചസ് വർ ഇൻക്രീസ് റാപ്പിഡ്ലി. പെട്ടെന്നാണ്, വളരെ വേഗതയിലാണ് വിശ്വാസികളുടെ എണ്ണം പെരുകുന്നത്. ഇത്രയും വിശ്വാസികളുണ്ട്, ഇത്രയും ശുശ്രൂഷകരുണ്ടെങ്കിലും പൗലോസ് പറയുന്നത് എന്നെപ്പോലെ ചിന്തിക്കാൻ തിമോത്തിയോസേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഗൗരവം മനസ്സിലായോ? ഈ ലൈക്ക് മൈൻഡഡ്നെസ്, ലൈക്ക് ഹാർട്ടഡ്നെസ് എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. നിരവധി സഭകൾ അദ്ദേഹം സ്ഥാപിച്ചു, നിരവധി
നിരവധി ശുശ്രൂഷകരെ അദ്ദേഹം മെൻറ്റർ ചെയ്തു, റേസ് ചെയ്തു. ഇതൊക്കെ ശരിയാണെങ്കിൽ മൂപ്പന്മാർ ഒത്തിരി ഉണ്ട്, തന്നോടൊപ്പമുള്ള സഹയാത്രികർ അല്ലെങ്കിൽ സഹപ്രവർത്തകർ, കൂട്ടുവേലക്കാരുണ്ട്. പക്ഷെ അദ്ദേഹം മൊത്തം താൻ എഴുതിയ കത്തുകളിൽ ഒരാളെക്കുറിച്ച് മാത്രമേ ലൈക്ക് മൈൻഡഡായിട്ട്, സമചിത്തനായി, എന്നെപ്പോലെ തന്നെ, തുല്യചിത്തനായി, എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്നതായിട്ട് ഒരാളേ ഉള്ളൂ. അത്രത്തോളം അവർ തമ്മിൽ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും എല്ലാം കറക്റ്റായി. അങ്ങനെ ദൈവം ഒരാളെ എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം 21 അദ്ദേഹം പറയുന്നത്, ഫോർ എവറി വൺ ലുക്സ് ഫോർ ഹിസ് ഓൺ ഇൻട്രസ്റ്റ്, നോട്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ ആർക്കും താല്പര്യമില്ല. എന്ന് വെച്ചാൽ ഓൾ ആർ ലിവിങ് ഫോർ ദംസെൽവ്സ്. എല്ലാവരും താൻ്റെ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുക. ഇന്നത് യാഥാർത്ഥ്യമല്ലേ? എത്ര പേർക്ക് ദൈവവേലയിൽ പാഷനുണ്ട്? ഒരു ഞായറാഴ്ച എത്ര പേർ വന്നു പോകുന്നു? എന്നാൽ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ള എത്ര പേർ കാണും? എന്ന് വെച്ചാൽ ഓൾ ലിവ്ഡ് സെൽഫ് ഫോക്കസ്ഡ്, സ്വയകേന്ദ്രീകൃതമായിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇത് വളരെ പൊതുവായ രീതിയിൽ പൗലോസ് പറയുന്നൊരു കാര്യമാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത്, ബട്ട് തിമോത്തി ഈസ് ആൻ എക്സെപ്ഷൻ. തിമോത്തിയോസിൻ്റെ കാര്യത്തിൽ ആ ഗണത്തിൽപ്പെടുത്താൻ സാധ്യം. എല്ലാവരും താൻ്റെ കാര്യം നോക്കുന്നു, സ്വന്തം കാര്യം നോക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ ആർക്കും താല്പര്യമില്ല. എന്നാൽ തിമോത്തിയോസ് അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കർത്താവ് നമ്മെക്കുറിച്ച് പറയാനിടയാകണ്ടേ? ഒന്ന് നെഞ്ചിൽ കവിച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എന്നെക്കുറിച്ച് ഇത് പറയാൻ, സ്വന്തം കാര്യമല്ല അങ്ങയുടെ കാര്യം നോക്കുന്നൊരു വ്യക്തിയായി എന്നെയും ഗണിക്കപ്പെടാൻ ഇടയാക്കണമേ. ആമേൻ. തിമോത്തിയോസിനെ കുറിച്ച് പല മോർണിംഗ് ഗ്ലോറി ടോക്സിലും അതുപോലെ അല്ലാത്ത സൺഡേ മെസ്സേജുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ഇത്രയും അദ്ദേഹം എടുത്തു പറയണമെങ്കിൽ മുഖസ്തുതി അല്ലല്ലോ. മുഖസ്തുതിയാണെങ്കിൽ അവിടെയുള്ളവരോട് മാത്രം പറഞ്ഞാൽ മതി. ഇത് ഒരു കത്തിലെഴുതി ഒരു റിട്ടൺ റെക്കോർഡാക്കി മാറ്റണമെങ്കിൽ അതിലെന്തോ കഴമ്പുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അപ്പസ്തോല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിലാണ് തിമോത്തിയോസ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു 1-ാം മിഷണറി യാത്രയിൽ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഹി വാസ് എ നേറ്റീവ് ഓഫ് ഡെർബെ ഓർ ലിസ്ട്ര. ദെർബൈ അല്ലെങ്കിൽ ലുസ്ത്ര എന്ന് പറയുന്ന ആ പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ അമ്മ യഹൂദ സ്ത്രീ ആയിരുന്നെന്നും, അമ്മയുടെ പേര് പറയാമോ? യൂനിസ്. ഗ്രാൻഡ് മദറിൻ്റെ പേര് പറയാമോ? ലോയ്സ്. ഫാദറിൻ്റെ പേര് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അതിനെക്കുറിച്ച് പറയണം. നിൻ്റെ അമ്മ യൂനിസിലും വലിയമ്മ ലോയ്സിലും വിശ്വാസം ഉണ്ടായിരുന്ന ആ വിശ്വാസം 3-ാം തലമുറക്കാരനായി നിന്നിലേക്കും പകർന്നിരിക്കുന്നു. സാധാരണ ഒരു പൊതുവായി പറയപ്പെടുന്ന, ഒബ്സർവ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്. ഒരു തലമുറ അല്ലെങ്കിൽ ഒരു മാതാവും പിതാവും കർത്താവിൽ വിശ്വസിക്കുന്നു, ഫസ്റ്റ് ജനറേഷൻ ബിലീവേഴ്സ്. സെക്കൻഡ് ജനറേഷൻ ബിലീവേഴ്സ് എത്തുമ്പോൾ അല്പം കൂടെ ഭക്തിയും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും വിശുദ്ധിയും എല്ലാം ഒന്നങ്ങ് കുറയും. തേർഡ് ജനറേഷൻ എത്തുമ്പോൾ കുറച്ചുകൂടി കുറയും. പിന്നെ മതം പോലെയായിട്ട് ജീവിക്കും. ഇതാണ് സാധാരണ കാണുന്നത്. എന്നാൽ ഓപ്പോസിറ്റാണ് സംഭവിക്കേണ്ടത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. ഒരു തലമുറ ഫസ്റ്റ് ജനറേഷൻ ബിലീവേഴ്സ് കർത്താവിലേക്ക് വരുന്നു. അവർ കുറച്ച് റിഫൈൻഡായി. അടുത്ത തലമുറ കുറച്ചുകൂടി റിഫൈൻഡായിട്ടാണ് ജനിക്കുന്നത് പോലും. മാത്രമല്ല, അവർ ജനിച്ചു വീഴുന്നത് ഓൾറെഡി ഉള്ള ഒരു ഫെയ്ത്തിൻ്റെ എൻവയോൺമെൻറ്റിലാണ്. അവിടെ നിന്ന് അവർ പണിയപ്പെടാം. എന്നിട്ട് അടുത്ത തലമുറ അതിനേക്കാൾ അടുത്ത രീതിയിലേക്ക് അങ്ങനെ ഉള്ള കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗ്രാഫ് മുകളിലേക്ക് പോകുന്നു. ചിലരുടെ വിശ്വാസത്തിൻ്റെ ഭക്തിയുടെ ഗ്രാഫ് താഴേക്ക് പോരുന്നു. ഇവിടെ ഓപ്പോസിറ്റാണ്. കയറിയാണ് വരുന്നത്. അമ്മൂമ്മയേക്കാൾ ഗ്രാൻഡ് മദറിനേക്കാൾ മദറിനേക്കാൾ അടുത്ത ലെവലിലേക്ക്, വലിയ ശുശ്രൂഷയിലേക്ക്, വേൾഡ് വൈഡ് ഗ്ലോബൽ മിനിസ്ട്രിയിലേക്ക് ഈ കൊച്ചുമകൻ വരികയാണ്. അപ്പോൾ തിമോത്തിയോസിൻ്റെ ഈ സ്പിരിച്വൽ ഹെറിറ്റേജിനെ കുറിച്ച് 2 തിമോത്തിയോസ് 1-ാം അധ്യായം 5-ാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോക്ടർ ജെയിംസ് ഡോബ്സൺ എന്നൊരു ദേവദാസൻ, അദ്ദേഹം ഈ ഫോക്കസ് ഓൺ ദ ഫാമിലി എന്ന് പറയുന്ന
പ്രസ്ഥാന ഓർഗനൈസേഷൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകനാണ്. അദ്ദേഹം പലപ്പോഴും തൻ്റെ സ്പിരിച്വൽ റൂട്ട്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് തൻ്റെ ഗ്രാൻഡ് മദറിൻ്റെയും മദറിൻ്റെയും രണ്ടു പേരുടെയും പ്രാർത്ഥന, അവരുടെ മാതൃക, ഇതൊക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈവൻ വെൻ ദ കൾച്ചറൽ ക്ലൈമറ്റ് ചേഞ്ച്ഡ്, they passed down faith by reading scripture aloud at home. ഇവരൊക്കെ ചെയ്ത പരിപാടി, ഓരോ സംസ്കാരം മാറുകയാണല്ലോ, ഓരോ തലമുറ, ഓരോ വർഷം കഴിയുന്തോറും ഫാഷൻ മാറുന്നു, കൾച്ചറൽ ഇംപ്ലിക്കേഷൻ മാറുന്നു. പക്ഷേ ഇവർ ചെയ്തത് വീടിനകത്ത് ദൈവവചനം ഉറക്കെ വായിക്കുന്ന ഒരു ശീലമുണ്ടാക്കി. ഒരു രാവിലെയോ വൈകിട്ടോ അവർ കൂടി വരുമ്പോൾ ഭക്ഷണമേശയിലൊക്കെ വചനം അങ്ങ് ഉറക്കെ വായിക്കും, ഒരുമിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ട് ഇദ്ദേഹത്തിലൂടെ ഫാമിലി ഫോക്കസ് ഓൺ ഫാമിലി എന്ന് പറയുന്ന ആ പ്രസ്ഥാനം അങ്ങ് ഗ്ലോബലി പരന്ന് ഒത്തിരി കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറി. ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കുടുംബത്തിലും ഇതുപോലെ സംസ്കാരം എന്താണെങ്കിലും, ജനിച്ചു വളർന്ന സാഹചര്യം എന്താണെങ്കിലും, ഒരു ദൈവവചനത്തിൻ്റെ ട്രാൻസ്ഫർ, വിശ്വാസത്തിൻ്റെ ട്രാൻസ്ഫർ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് പോകണം. അതിന് നമ്മളങ്ങ് തീരുമാനിക്കണം, നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യണം. സോ വൺ ഫെയ്ത്ത്ഫുൾ മദർ ക്യാൻ സ്റ്റാർട്ട് എ ലെഗസി ഓഫ് ജനറേഷൻസ്. വിശ്വസ്തയായ ഒരമ്മയ്ക്ക് തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ലെഗസി കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, 2 തിമോത്തിയോസ് 3:15 നമ്മൾ കാണുന്നത്, നീ ബാല്യം മുതൽ തിരുവെഴുത്തുകളെ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ബാല്യം, ജനിച്ച ആ സമയം തുടങ്ങി തിരുവെഴുത്തുകളുടെ അന്തരീക്ഷത്തിലാണ് തിമോത്തിയോസ് വളർന്നത്. എന്നാൽ ഫാദർ ഗ്രീക്കുകാരനായിരുന്നു, വിശ്വാസിയായിരുന്നില്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരോടും അമ്മൂമ്മമാരോടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തെ ബൈബിൾ കഥകളിലൂടെ കുഞ്ഞുങ്ങൾക്ക് കഥയാണ് ആവശ്യം. കഥ കേട്ടല്ലേ അവർ ഉറങ്ങുന്നേ. അപ്പോൾ ബൈബിൾ കഥകളിലൂടെ, അതുപോലെ വിശ്വാസവും എല്ലാം അനുഭവങ്ങളിലൂടെയൊക്കെ പറഞ്ഞ് കൊച്ചുമക്കളിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കണം. ഈ തിമോത്തിയോസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ 16:2 അപ്പോസ്തലപ്രവൃത്തികൾ 16:2 പറയുന്നത്, എ യൂത്ത് ഓഫ് റെപ്യൂട്ടേഷൻ. തനിക്ക് സ്വന്തം സഭയിൽ, സ്വന്തം മാതൃസഭയിൽ, പ്രാദേശിക സഭയിൽ നല്ല സാക്ഷ്യം ഉണ്ടായിരുന്നു. തിമോത്തിയോസ്, ടിം എന്നാണ് തിമോത്തിയോസിൻ്റെ ഷോർട്ട് ഫോം. ടിം എന്ന് പറഞ്ഞാൽ സച്ച് എ നൈസ് ബോയ്. എല്ലാ അമ്മമാരും അമ്മാമ്മമാരും അവിടെയുള്ള ബ്രദേഴ്സും അങ്കിളുമാരും ആൻറ്റിമാരും എല്ലാം പറയും, സച്ച് എ നൈസ് ബോയ്, ഗോഡ്ലി ബോയ്, ഇതെല്ലാവരും പറയും. അതുപോലെ 1 Corinthians 4:7, 1 Corinthians 4:7, ഹി വാസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ലോയൽ. അദ്ദേഹം വിശ്വസ്തനുമായിരുന്നു, കൂറുള്ളവനുമായിരുന്നു. രണ്ടും രണ്ടാണ്. വിശ്വസ്തർ കൂറുള്ളവരാകണമെന്നില്ല. വിശ്വസ്തർ വളരെ നന്നായി കാര്യങ്ങൾ ചെയ്യും, പക്ഷേ കൂറില്ലെങ്കിൽ അവർ പിറുപിറുക്കും. വിചാരിച്ചതുപോലെ അഭിനന്ദനം കിട്ടിയില്ലെങ്കിലൊക്കെ പിറുപിറുക്കും. എന്നാൽ ലോയൽ അങ്ങനെയല്ല, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവർ പിടിച്ചു നിൽക്കും. ഇനി കൺസേൺഡ് അബൌട്ട് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ഫിലിപ്പി ലേഖനം 2:20 അനുസരിച്ച് ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ചുള്ള ഒരു കരുതലുണ്ടായിരുന്നു. ഇനി ഫിലിപ്പി ലേഖനം 2:22 അനുസരിച്ച് പൗലോസിൻ്റെ ആത്മീയ പുത്രനായിരുന്നു. മാത്രമല്ല തിമോത്തിയോസും പൗലോസും വളരെ ക്ലോസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ യേശു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുതിയ നിയമത്തിലെ താരമാണ് പൗലോസ്. അങ്ങനെയുള്ളൊരു മനുഷ്യനോടുകൂടെ ഉറ്റ ബന്ധമുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ, ചിന്തിച്ചു നോക്ക്. സോ ഇറ്റ്സ് ഓൾവേസ് എ ഗ്രേറ്റ് പ്രിവിലേജ് ടു അസോസിയേറ്റ് വിത്ത് അനോയിൻറ്റഡ് മെൻ ഓഫ് ഗോഡ്, അല്ലേ? വളരെ അഭിഷിക്തന്മാരോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യപദവിയല്ലേ? കാരണം അദ്ദേഹം പൗലോസിനോടൊപ്പം ഒത്തിരി ട്രാവൽ ചെയ്തു, ഒത്തിരി സ്ഥലങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തു, ഒരുമിച്ച് പ്രിസണിൽ കിടന്നു, ജയിലിൽ കിടന്നു. ഫിലിപ്പിയിലും അദ്ദേഹം വന്ന് ശുശ്രൂഷിച്ചു. പൗലോസിൻ്റെ
തുല്യചിത്തനാണ്, സമചിത്തനാണെന്ന് പറയുന്നു. അത് മാത്രമല്ല, പൗലോസ് എവിടെയെല്ലാം പോകുമ്പോൾ അവിടെയെല്ലാം താൻ പിന്നീട് പോവുകയും അവിടുത്തെ റിപ്പോർട്ട് എടുക്കുകയും ഇവിടുത്തെ റിപ്പോർട്ട് അവിടെ കൊടുക്കുകയും ഇടയ്ക്ക് ഇങ്ങനെ ഷട്ടിൽ സർവീസ് ചെയ്യാൻ എവിടെ അയച്ചാലും പോകുന്ന, എവിടെ അയക്കപ്പെടാവുന്ന ഒരു ക്യാരക്ടറായിരുന്നു അദ്ദേഹം. അത് ഭയങ്കരമായൊരു ഭാഗ്യമല്ലേ അത്? എന്ന് മാത്രമല്ല, ഇവർ രണ്ടുപേരും ഒരുമിച്ച് നടന്നതുകൊണ്ട് പൗലോസിൽ നിന്നുള്ള ഡയറക്റ്റ് ഇമ്പാർട്ടേഷൻ, ഒരു പകർച്ച തനിക്ക് കിട്ടി. ഈ പകർച്ച എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ പകർച്ചയുണ്ട്. ഒന്ന് ലൈഫ് ഇമ്പാർട്ടേഷൻ, രണ്ട് മിനിസ്ട്രി ഇമ്പാർട്ടേഷൻ. മിനിസ്ട്രി ഇമ്പാർട്ടേഷന് വേണ്ടിയാണ് എല്ലാവരും നടക്കുന്നത്. ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ശുശ്രൂഷ ഒന്ന് കിട്ടണം. എന്നാൽ ലൈഫ് ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഇമ്പാർട്ടേഷൻ, അദ്ദേഹത്തിൻ്റെ ജീവിത രീതി, അദ്ദേഹത്തിൻ്റെ ഭക്തി, അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികൾ, വിശുദ്ധി, പ്രാർത്ഥന തുടങ്ങിയ അതുകൂടെ ഇമ്പാർട്ടേഷൻ കിട്ടും. ഇത് രണ്ടും കിട്ടിയ ആളാണ് തിമോത്തിയോസ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറയുന്ന ഭയങ്കരനായ ഒരു ദൈവദാസനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ഇമ്പാർട്ടേഷൻ കിട്ടിയ ആളാണ് ലെസ്റ്റർ സമ്രാൾ എന്ന് പറയുന്ന ദൈവദാസൻ. അദ്ദേഹം അവസാനമായി പിരിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലേക്ക് പോരണം, UK വെച്ച് അവസാനമായി കാണുമ്പോൾ തൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഇമ്പാർട്ട് ചെയ്തു. ഒരു ഗ്ലോബൽ റിവൈവൽ കാണും എന്ന് പറഞ്ഞു. ഈ ലെസ്റ്റർ സമ്രാളിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പാർട്ടേഷൻ കിട്ടിയ ആളാണ് റോഡ് പാഴ്സലി. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു. ബാക്കി സ്മിത്തുമില്ല, ലെസ്റ്ററുമില്ല. എന്നാൽ റോഡ് പാഴ്സലി ഇന്നും ജീവിച്ചിരിക്കുന്നു. വളരെ ശക്തമായ ദൈവം അദ്ദേഹത്തെ കൈകളിലെടുത്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, യു ബിക്കം ലൈക്ക് ദോസ് യു വാക്ക് വിത്ത്. നീ ആരോടുകൂടെ നടക്കുന്നുവോ, അസോസിയേറ്റ് ചെയ്യുന്നോ അയാളെ പോലെ ആയിരിക്കും നിൻ്റെ ജീവിതം. നീ ഏറ്റവും കൂടുതൽ കൂട്ടുകൂടുന്ന കൂട്ടുകാരനെ പോലെ ആയിരിക്കും നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ. സദൃശവാക്യങ്ങൾ 13-20 പല പ്രാവശ്യം ഞാൻ തന്നിട്ടുണ്ട്. വാക്ക് വിത്ത് ദ വൈസ് ആൻഡ് ബിക്കം വൈസ്, ഫോർ എ കമ്പാനിയൻ ഓഫ് ഫൂൾ സഫേഴ്സ് ഹാം. ജ്ഞാനിയോടുകൂടെ നടന്നാൽ നീയും ജ്ഞാനിയായി മാറും. അപ്പോൾ നല്ല കൂട്ടുകെട്ടും സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ലൈഫ്, നമ്മുടെ ശുശ്രൂഷ ഇതെല്ലാം എൻറിച്ച്ഡ് ആയിട്ട് മാറും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങൾക്കിതുപോലെ നല്ല വ്യക്തികളുമായി, ജ്ഞാനികളുമായി, അഭിഷിക്തന്മാരുമായി, വിശുദ്ധരുമായി കൂട്ടുകൂടി. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ബ്ലെസ്സിങ് ടുഡേയിലൂടെ ദൈവം വളർത്തിയെടുത്ത, ഉയർത്തിയെടുത്ത ശുശ്രൂഷകരുമായി നിങ്ങൾക്ക് കോൺടാക്റ്റ് ഉണ്ടായിരിക്കണം. അത് ഈവൻ ഒരു സോണൽ മിനിസ്റ്റർ ആയിരിക്കാം, ബ്ലെസ്സിങ് ഗ്രൂപ്പ് മിനിസ്റ്റർ ആയിരിക്കാം, ആരായാലും. കുറവുകളുണ്ടായിരിക്കും എല്ലാവരും. പൗലോസിൽ കുറവുകളില്ലേ? പക്ഷേ കൂട്ടുകൂടുക, കൈനീട്ടാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് കേട്ട വചനങ്ങളെല്ലാം ആഴത്തിലേക്ക് ഇറങ്ങട്ടെ. ഇതുപോലെ ദൈവത്തിൻ്റെ കൃപയിലും ശുശ്രൂഷയിലൊക്കെ വളർന്നു വരാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. കണ്ണുകളിൽ സൗഖ്യം നടക്കുന്നുണ്ട്. കണ്ണുകളിൽ പ്രയാസമുള്ളവർ കൈവയ്ക്കുക യേശുവിൻ നാമത്തിൽ. കണ്ണുകളിൽ സൗഖ്യം നടക്കട്ടെ. അതുപോലെ ലിവർ പ്രോബ്ലം ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലിയ വിടുതലുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കൈ രണ്ട് നീട്ടാം. ഏത് പ്രയാസമാണെങ്കിലും അവിടെ സൗഖ്യം ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. നാളെ നമ്മൾ തുടരും. എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. ബൈ.